സംഘടനകളെ വ്യത്യസ്തമാക്കുന്നത് അവരുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള സങ്കല്പമല്ല. സംഘടനകളെ വ്യത്യസ്തമാക്കുന്നത് ലക്ഷ്യം നേടുന്നതിന് വേണ്ടി അവർ സ്വീകരിച്ചിട്ടുള്ള മാർഗമാണ്. ആ മാർഗത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ എണ്ണമറ്റ സംഘടനകളെ 4 വർഗീകരിക്കാം. അതിലൊന്ന് രാജനീതിവാദികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗമാണ്. അതായത് അധികാരത്തിലൂടെ സാമൂഹ്യ പരിഷ്കരണം. ജനാധിപത്യ സമൂഹങ്ങളിലൊക്കെ നാം കാണുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരാവശ്യപ്പെടുന്നത് നിങ്ങളെല്ലാവരും കൂടി വോട്ട് ചെയ്ത് ഞങ്ങളെ അധികാരത്തിലേക്കുക. ഞങ്ങൾ അധികാരത്തിലേറി കഴിഞ്ഞാൽ അധികാരം ഉപയോഗിച്ച്, ഭരണാധികാരം ഉപയോഗിച്ച് ഈ നാട്ടിലെ മുഴുവൻ പ്രശ്നങ്ങളും നിങ്ങൾ പരിഹരിക്കാം. അധികാരമില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അധികാരം കൊണ്ടാണ്, ഗവൺമെന്റിലൂടെയാണ് പരിവർത്തനങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് കഴിയുക. ഈ നിലയിൽ പ്രവർത്തിക്കുക. അതിപ്പോൾ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി ആയാലും, ബ്രിട്ടനിലെ കൺസർവേറ്റീവ് പാർട്ടി ആയാലും, ഭാരതത്തിലെ കോൺഗ്രസ് പാർട്ടി ആയാലും, ഭാരതീയ ജനതാ പാർട്ടി ആയാലും, ഏത് പാർട്ടിയാണെങ്കിലും ഈ വിഭാഗത്തിൽ പെടുന്ന എല്ലാ സംഘടനകളെയും രാജനീതിവാദികൾ എന്ന് വിളിക്കാം. രണ്ടാമതൊരു വിഭാഗം മതവാദികൾ എന്ന് പറയുന്ന വിഭാഗമാണ്. ഒരു പ്രത്യേക മതം, ആ മതത്തിന്റെ കൊടിക്കീഴിൽ എല്ലാവരും അണിനിരന്നു കഴിഞ്ഞാൽ ലോകത്തിലെ സമസ്ത പ്രശ്നങ്ങളും ഞങ്ങൾ പരിഹരിക്കാം. അല്ലെങ്കിൽ അങ്ങനെയേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ. വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ എല്ലാ മതങ്ങളും ആ മതങ്ങളുടെ വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ലോകത്ത് ഒരു സമാധാനവും ഐശ്വര്യവും ഉണ്ടാവില്ല. അങ്ങനെ ഒരു മതത്തിന്റെ കീഴിൽ എല്ലാവരെയും കൊണ്ടുവരാൻ, ഇതര മതക്കാരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവകാശവും അധികാരവും ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് മതസംഘടനകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നത്. മൂന്നാമതൊരു വിഭാഗം സാമ്പത്തിക അസന്തുലിതാവസ്ഥയാണ്. സാമ്പത്തിക വികേന്ദ്രീകരണത്തിലെ പോരായ്മകളാണ് ലോകത്തിലെ സമസ്ത പ്രശ്നങ്ങൾക്കും കാരണം. അതുകൊണ്ട് പൊതു ഉടമസ്ഥതയിലാവുകയും സ്വത്ത് പൊതു ഉടമസ്ഥതയിലാവുകയും എല്ലാവരുടേതുമാണ് എന്ന് എല്ലാവർക്കും ആ ഒരു ബോധ്യമുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുക. അർത്ഥനീതിവാദികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ വിഭാഗം ഏതാണ്ട് 1990കളോടുകൂടി ലോകത്ത് അന്യം നിന്നുപോയ ഒരു സ്ഥിതിയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. നാലാമതൊരു വിഭാഗം, ഓരോ ഭൂവിഭാഗത്തിനും ഒരു പ്രത്യേക നൈസർഗികമായ പ്രകൃതിജന്യമായ ഒരു സംസ്കൃതിയുണ്ട്. ആ സംസ്കൃതി രൂപപ്പെടുത്തി വരുന്നത് ആ ഭൂപ്രദേശത്തടങ്ങിയിട്ടുള്ള ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്ന സംസ്കൃതി, ആ സംസ്കാരത്തിന്റെ ലക്ഷണമാണ് മൂല്യബോധം. ഈ മൂല്യബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു പൊതുസമൂഹം, ആ പൊതുസമൂഹത്തെ സമൂഹമാക്കി നിലനിർത്തുന്നത് സംസ്കാരമാണ്. അതുകൊണ്ട് ഒരു ഭൂപ്രദേശത്തിന്റെ, ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആധാരം സംസ്കാരമായതുകൊണ്ട് ആ സംസ്കാരത്തെ പോഷിപ്പിക്കുകയും ആ സംസ്കാരമനുസരിച്ച് ജീവിക്കുന്നതിന് ജനങ്ങളെ സന്നദ്ധരാക്കുകയും ചെയ്യുമ്പോഴേ ആ സമൂഹത്തിന് പുരോഗതിയും നിലനിൽപ്പും ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ പ്രവർത്തിക്കുന്ന സംഘടനകളെ സംസ്കാരവാദി സംഘടനകൾ എന്ന് പറയുന്നു. പറഞ്ഞു വന്നത്, ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എണ്ണമറ്റ സംഘടനകളെ 4 വർഗീകരിക്കാമെന്നും ആ 4 വർഗീകരിക്കപ്പെട്ട സംഘടനകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ വിഭാഗത്തെ RSS ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് മനസ്സിലാക്കേണ്ടതാണ്. RSS ഒരു രാജനീതി സംഘടനയല്ല, RSS ഒരു അർത്ഥനീതി സംഘടനയല്ല, RSS ഒരു മതസംഘടനയും അല്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഒരു സാംസ്കാരിക സംഘടനയാണ്. പലപ്പോഴും RSSനെ പലരും കാണുന്നത് ഒരു മതസംഘടനയായിട്ടാണ്. RSS മതസംഘടനയാണ് എന്ന തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ RSSനെ വിമർശിക്കുകയും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനം നമ്മളുടെ നാട്ടിൽ വളരെ വർഷങ്ങളായി നടന്നു പോരുന്നതും